നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായി. ഇയാളെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തിരുവനന്തപുരം ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകുന്നേരം റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ. ദ്വാരപാലക ശില്പങ്ങളിലേത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയും മഹസറിൽ ക്രമക്കേട് കാട്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരം ഒരുക്കിയെന്നാണ് കണ്ടെത്തിയത്. ഇതോടെയാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ CK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായ സുധീഷ് കുമാർ. ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് സുധീഷ് കുമാർ പോറ്റിയെ സ്പോൺസർ ആക്കാമെന്ന ശുപാർശ ബോർഡിന് നൽകിയത്. സ്വർണം പൊതിഞ്ഞാണ് എന്ന് അറിഞ്ഞിട്ട് പോലും പാളികൾ ഇളക്കിയ സമയത്തും അത് ചെമ്പെന്ന് രേഖപ്പെടുത്തി. ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതിരുന്നിട്ടും മഹസറിൽ പോറ്റിയുടെ പേര് എഴുതിയും സുധീഷ് കുമാർ ആയിരുന്നു. സ്വർണം കവരാൻ ഇയാൾ മുരാരി ബാബുവിനൊപ്പം ചേർന്ന് സഹായം ചെയ്തു എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതായത് 2019 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് ആയിരുന്നു. ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയും പിന്നീട് പോറ്റിയെ സ്പോൺസർ ആക്കാമെന്ന ശുപാർശ ബോർഡിന് നൽകിയതുമൊക്കെ ഇതേ സുധീഷ് കുമാർ എന്ന് തന്നെയാണ് കണ്ടെത്തിയത്. കേസിൽ വെള്ളിയാഴ്ച ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തത്. തുടർന്ന് സുധീഷ് കുമാറിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് സൂചന. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിജയമല്യ ശബരിമലയിൽ സ്വർണം പൂശിയ കാലത്തെ ഫയലുകൾ ഇക്കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നാണ് ഈ രേഖകളടക്കം ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ഈ ഫയലുകൾ ആവശ്യപ്പെട്ടിട്ടും ദേവസ്വം ഉദ്യോഗസ്ഥർ ഇത് കൈമാറാൻ തയ്യാറായിരുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ഈ രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഫയലുകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ദ്വാരപാലക ശില്പപാളികളിലടക്കം പൂശിയ സ്വർണത്തിന്റെ അളവ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചത്. ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കൈമാറിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്.